അതായത് നമ്മളൊക്കെ നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് ഈ പരാജയത്തിന് ശേഷം വി എസ് ഇത് പണ്ടേ പറഞ്ഞിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ അദ്ദേഹം പാർട്ടിയെ നയിച്ചിരുന്ന കാലത്ത് പിണറായി വിജയൻ്റെ പോക്ക് ശരിയല്ല, അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു തന്നെ അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ പാർട്ടിയെ അതിൻ്റെ ഔദ്യോഗിക പക്ഷത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് പി എസിനെ വെട്ടിനിരത്തി. ആലപ്പുഴ ജില്ലയിലായാലും അത് ശരി, കണ്ണൂർ ജില്ലയിലായാലും എവിടെയും അവിടെ തനിക്കെതിരെ നിന്ന അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോലും ചവിട്ടി പുറത്താക്കിക്കൊണ്ട് വലിയൊരു അനീതി അദ്ദേഹത്തോട് കാണിച്ചു. വലിയൊരു അനീതി കാണിച്ചു. ആ അനീതിക്കുള്ള ഒരു കാവ്യനീതി, ഒരു ശിക്ഷയായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണോ? കാരണം അദ്ദേഹം പറഞ്ഞത് ചെവിക്കൊള്ളാതെ ഒരു കോർപ്പറേറ്റ് ടിക്കൂൺ മോഡലിലേക്ക് പാർട്ടി മാറി, പാർട്ടിയിലുള്ള അംഗങ്ങൾ മാറി. കപ്പലണ്ടി കച്ചവടക്കാരൻ കോടീശ്വരനാവുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ടല്ല, മറിച്ച് അത് അവിഹിതമായിട്ടുള്ള ഏർപ്പാടുകളിലൂടെയാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ ലാഭം. പാർട്ടി എന്തിനെ എതിർക്കുന്നു ആ പാതയിലൂടെ പാർട്ടി ഏറെ ദൂരം സഞ്ചരിച്ചു. അതിന് വി എസിൻ്റെ ആത്മാവ് കൊടുത്ത ഒരു ശിക്ഷയല്ലേ ഇത്? ആത്മാവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ കാലത്തിൻ്റെ കാവ്യനീതിയല്ലേ ഇത് വാസ്തവത്തിൽ ഈ പരാജയം? 2011 35 വർഷത്തെ ഭരണം കഴിഞ്ഞ് ബംഗാളിൽ തോൽക്കുന്നു. ബംഗാളിൽ പാർട്ടി തോറ്റു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ബംഗാളിൽ പാർട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയുമ്പോഴും പാർട്ടി ബംഗാളിൽ ചെറിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നൊരു പ്രതീക്ഷയാണ് എനിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ ഇതിനോടൊപ്പം ഇലക്ഷൻ നടന്നില്ല. അന്ന് കേരളത്തിനോടൊപ്പം ഇലക്ഷൻ നടന്നു. കേരളത്തിൽ 2 സീറ്റും കൂടി കിട്ടി. കേരളത്തിൽ ഭരണം കിട്ടിയത് 68-ന് 72 സീറ്റിന് ഉമ്മൻചാണ്ടി ഭരണത്തിൽ കയറും. അന്ന് ഞാൻ അവിടുത്തെ എൻ്റെ ഒരു പഴയ SFI സഖാവും ഇപ്പോഴത്തെ ഒരു വലിയ പത്രലേഖകനുമായ ഒരാളോട് ഞാൻ ഫോണിൽ വിളിച്ചു ചോദിച്ചു, വാട്ട് ഹാപ്പൻ കോമറേറ്റ്? അയാൾ പറഞ്ഞൊരു മറുപടി എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾക്കൊരു VS ഇല്ലായിരുന്നു ഇവിടെ. അവിടെ ഞങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ അടിപടലം ഇല്ലാതാകുമായിരുന്നില്ല. പിന്നെ 2011 ശേഷം പിന്നെ നിരന്തരം പരാജയമല്ലേ, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഉയർത്തെഴുന്നേറ്റിട്ടുള്ളല്ലോ. BJP അല്ലേ ഇവിടെ വളർന്നു വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് വിശദീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഏകാധിപത്യ സംഘടനാ രൂപമുണ്ട്. ആ സംഘടനാ രൂപത്തിൽ നിന്നുകൊണ്ട് പോലും ജനങ്ങളുടെ പിന്തുണ കൊണ്ട് പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് കറക്റ്റ് ചെയ്യിച്ച ആളാണ് VS. അങ്ങനെയാണ് 2006-ലും 2011-ലും VSന് സീറ്റ് കൊടുക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? പാർട്ടി തീരുമാനിച്ചല്ലോ വേണ്ടെന്ന്. പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആയതിൻ്റെ കാര്യം വരെ വലിയ തർക്കമുണ്ട്. അത് കോൺഗ്രസ് ആണ്, അവിടെ അലകുൽത്തി ജനാധിപത്യമാണ്, ഒക്കെ ഉണ്ട്. ഉരുക്കുപോലും ഉറച്ച PB ആണല്ലോ CPM-നുള്ളത്. ആ CPM-ന്റെ തീരുമാനം മാറ്റിയില്ലേ ജനങ്ങൾ തെരുവിലിറങ്ങി 2006-ലും 2011-ലും VS-നെ മത്സരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ VS എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ജനങ്ങളുടെ അഭിപ്രായം പാർട്ടിക്ക് മുമ്പിൽ പറയാൻ, പാർട്ടിയെ കൊണ്ട് അത് തിരുത്തിക്കാൻ ഒരാൾ നിങ്ങൾക്കുണ്ട് സഖാവേ, ഞങ്ങൾക്കതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ അച്ചട്ടായി വന്നിരിക്കുന്നു. 2011-ൽ അന്ന് തന്നെ പരാതി ഉണ്ടായിരുന്നു. അന്ന് VSന് രണ്ടാം ഭരണം വരേണ്ടതാണ്. ആ ഭരണം തട്ടിച്ചത് പിണറായി വിജയനാണ്. 4-6 സീറ്റുകളിൽ തരികട നടത്തി കഷ്ടിച്ച് ഭൂരിപക്ഷം ഇവർക്ക് കൊടുത്തതാണ് ഉമ്മൻചാണ്ടി. പിണറായി കൊടുത്ത ഭരണമാണ്. കാരണം 2011-ൽ VS തിരിച്ചു വന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ പാർട്ടി ഇങ്ങനെയാകുമായിരുന്നില്ല. അന്ന് VS തൻ്റെ അധികാരം സ്ഥാപിക്കും. പാർട്ടി സംഘടനയിൽ പോലും VSന് പിടിക്കാൻ പറ്റും. കാരണം VS കൊണ്ടാണ് ജയിച്ചത്. VS ഉണ്ടായിരുന്നോടെ 2016-ലും VSന്റെ പടം വെച്ചല്ലേ ജയിച്ചേ. 2016-ലും ഇവർ VSന്റെ പടമല്ലേ എല്ലാ സ്ഥലത്തും വെച്ചേ, പിണറായിയുടെ പടമല്ല. അപ്പോൾ VS എന്തുകൊണ്ട് ഒരു വികാരമാവുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ നേരത്തെ രാജേന്ദ്രൻ ചോദിച്ച പോലെ ആളുകളൊക്കെ VSനെ മറന്നുപോയി. പക്ഷെ VSനെ മറക്കാത്ത ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പായത്. പയ്യന്നൂര്, തൃക്കരിപ്പൂർ, എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലങ്ങളിലും പഴയ VSനോട് കൂറുണ്ടായിരുന്ന, പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അകന്നു നിൽക്കുകയോ ചെയ്യുന്ന ആളുകൾ 100% ഇത്തവണ UDFനല്ല VD സതീശന് പിന്തുണ കൊടുത്തവരാ. എനിക്കറിയാം. അതിന് കാരണം പിണറായി നേരെ വലതുപക്ഷത്തേക്ക് പോയി എന്ന് അവർ കരുതുന്നു. ഒരു വർഗീയവാദിയുടെ ആംഗിളിൽ നിന്ന് പോകുന്നു,
ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ കൂടെ പിടിക്കുന്നു. അത്തരത്തിലുള്ള വളരെ PM ശ്രീയിൽ ഒപ്പിടുന്നു. വളരെ വലതുപക്ഷത്തേക്ക് പിണറായി വിജയൻ പോയി എന്ന് ഉറപ്പുള്ള സഖാക്കൾ, നേരത്തെ MN വിജയന്റെ കാര്യം പറഞ്ഞതുപോലെ, VS-ന്റെ കാര്യം പറഞ്ഞതുപോലെ, അവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ എവിടെയോ സൂക്ഷിക്കുന്ന ആളുകൾ. ഇപ്പൊ തൃക്കരിപ്പൂർ ഫലം തന്നെ എടുക്കാം. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ജയിക്കുമെന്ന് ആദ്യമേ പറഞ്ഞ ഒരാളാണ് ഞാൻ. ആരും വിശ്വസിച്ചിട്ടില്ല. അയാളെ നേർച്ച കോഴിയായിട്ട് വിട്ടു, അയാൾ പോയിന്നു. സന്ദീപ് വാര്യർ എന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുന്നു, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? സാറിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, 2000 വോട്ടിന് ജയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2000 കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ 5000-ന് മീതെ നിങ്ങൾ ജയിക്കും. അതെന്താ സാർ അങ്ങനെ പറയാൻ കാരണം? ഇനി ഞാൻ കാര്യം പറയാം. തൃക്കരിപ്പൂരിനകത്താണ് നീലേശ്വരം. പണ്ട് ഈ മണ്ഡലത്തിന്റെ പേര് നീലേശ്വരം എന്നായിരുന്നു EMS മത്സരിക്കുന്ന കാലത്ത്. അതിനുശേഷമാണ് തൃക്കരിപ്പൂരാക്കിയത്. ഈ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. VS ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്ന സ്ഥലം. VS ഉള്ള കാലത്ത് VS-ന് ഓട്ടോ സ്റ്റാൻഡ്. കാരണം അവിടെ എനിക്കറിയാം CPM ആളുകൾ എനിക്കെതിരെ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഒന്നും നേരെ ചെയ്യണ്ട, സഖാവ് നേരെ നീലേശ്വരത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ പോയി നിന്നാൽ മതി. സഖാവിനെ അവർക്കറിയാം. എന്നോട് അവിടുന്ന് ഒരാൾ പറഞ്ഞതാ, എനിക്കെതിരെ അക്രമമൊക്കെ ഉണ്ടായ കാലത്ത്, CPM അക്രമമൊക്കെ ഉണ്ടായ കാലത്ത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉറപ്പാണ്. ആ വികാരം അവിടെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന വിഷയങ്ങളും ഗോവിന്ദൻ ഉന്നയിക്കുന്ന വിഷയങ്ങളും സുധാകരൻ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ പാർട്ടിയിൽ പൊങ്ങി വരും. അതൊരു റാലിയിങ് പോയിന്റാണ്. ഏത് VS പക്ഷത്തിലുള്ള ചിന്തിക്കുന്ന ആളുകൾ, ഈ പാർട്ടി നശിക്കരുതെന്ന് തീരുമാനിച്ച ആളുകൾ, അവർക്ക് വരാൻ ഒരുപക്ഷെ പിണറായി വിജയൻ VS-നെ മറന്നുപോയിണ്ടാവും, പാർട്ടി മറന്നുപോയിണ്ടാവും, UDF മറന്നുപോയിണ്ടാവും, സതീശൻ മറന്നുപോയിണ്ടാവും. പക്ഷെ അവർ മറന്നിട്ടില്ല. ഈ പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ പിണറായി വിജയൻ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പോകണമെന്ന് ഈ VS പക്ഷക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഒരു കറക്ഷൻ ചാൻസ്, ഇതൊരു ചാൻസാണ്, ഇപ്പോഴും കൊടുത്തിട്ടുള്ളൊരു ചാൻസ്. അത് അവിടെ മാത്രമല്ല, എനിക്ക് VS പക്ഷക്കാർ എന്ന് പറയുന്ന VS-ന്റെ മനസ്സിലുള്ള ആളുകളുമായി ഇപ്പോഴും നല്ല അടുപ്പമുള്ള ആളാണ്. അവരൊക്കെ ഞങ്ങൾ സ്ഥിരം സംസാരിക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവരെല്ലാവരും, അവരുടെ എണ്ണത്തിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ വികാരം ഉള്ളിലുള്ള പല ആളുകളും നമ്മൾ നേരിട്ടറിയില്ല. പലരും ഇപ്പോൾ പയ്യന്നൂർ പാർട്ടി ഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾ പോയിട്ടല്ലേ ഇയാൾക്ക് വോട്ട് ചെയ്തത്, കുഞ്ഞികൃഷ്ണൻ വോട്ട് ചെയ്തത്. അതിന്റെ രസം എന്ന് പറഞ്ഞാൽ അവര് ഔദ്യോഗിക സ്ഥാനാർത്ഥി CPM-ന് വോട്ട് ചെയ്യണമെന്ന് പ്രചരിപ്പിച്ചു. പക്ഷെ അവര് പോലും വോട്ട് ചെയ്തത് അല്ല, പ്രചരിപ്പിച്ചവരും ജാഥയിൽ പങ്കെടുത്തവരും എല്ലാം. അല്ലെ, ഞാൻ ഒരു ഉദാഹരണോട് പറയാം, സ്ഥലമൊന്നും പറയുന്നില്ല. ഒരു സഖാവ് അവിടെ കള്ളവോട്ടിന്റെ കേന്ദ്രമാണ്. അപ്പോൾ സഖാക്കൾ കള്ളവോട്ട് ചെയ്യും, പാർട്ടി ബൂത്തുകളിലാണ്. അപ്പോൾ ഒരു സഖാവ്, പക്ഷെ SIR വന്നതോട് വഴി അല്ല, എന്നാലും കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സഖാവ് 3-ാമത്തെയോ 4-ാമത്തെയോ വോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇപ്പുറത്തെ കുഞ്ഞികൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന, പരസ്യമായി കുഞ്ഞികൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഇവനെ വിളിച്ചു, എന്തിനാണ് ഈ വൃത്തികെട്ട പാർട്ടിക്ക് വേണ്ടി നീ ഇങ്ങനെ ചെയ്യാൻ പോണേന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ആരാ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി? കുഞ്ഞികൃഷ്ണനായിട്ട് ചെയ്യാൻ പോണോ കേട്ടോ, സഖാവ് മിണ്ടാതിരിക്കും, കുഞ്ഞികൃഷ്ണനായിട്ട് വേണ്ടി ഞാൻ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, പാർട്ടി കള്ളവോട്ട് ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ, പാർട്ടി പരോളിറക്കി വോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ആളുകൾ പോലും വോട്ട് ചെയ്തത് കുഞ്ഞികൃഷ്ണനാണ്. അത് പിണറായി വിജയന്, റഷീദിന് വോട്ട് ചെയ്തിട്ടുണ്ട്, TK ഗോവിന്ദന് വോട്ട് ചെയ്തിട്ടുണ്ട്, സന്ദീപ് വാര്യർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തൃക്കരിപ്പൂരൊക്കെ കണ്ണൂരിനോട് ഏതാണ്ട് പയ്യന്നൂർ കഴിഞ്ഞാൽ ഉടനെ തൃക്കരിപ്പൂരാണ്, ചേർന്ന് കിടക്കുന്ന ഒരേ രാഷ്ട്രീയ സ്വഭാവമുള്ള സ്ഥലങ്ങളാണ്. അവിടങ്ങളിലൊക്കെ VS വികാരം ആരും കാണാതെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് ഇവർക്ക് UDF-ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് UDF-കാർക്ക് തൃക്കരിപ്പൂർ വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിലും എനിക്ക് തൃക്കരിപ്പൂർ വിശ്വാസം ഉണ്ടായിരുന്നു. പയ്യന്നൂര് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ പയ്യന്നൂർ വലിയ തോതിൽ വോട്ട് പോകും, തളിപ്പറമ്പ് ജയിക്കും, ഇത്രയും കാര്യം ഞാൻ ഉറപ്പായി പറഞ്ഞു. തളിപ്പറമ്പ് ജയിക്കും, പയ്യന്നൂർ നെക്ക് ടു നെക്കാണ്, തൃക്കരിപ്പൂർ ജയിക്കും, ഇത്രയും കാര്യം ഞാൻ പറയുമ്പോഴും ഞാൻ ഇട്ട വീഡിയോന്റെ താഴെ വന്നിട്ട് സഖാവിന് എന്ത് രാഷ്ട്രീയം അറിയാം, നിങ്ങൾ എവിടെ അറിയാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ VS-ന്റെ കാര്യം അന്ന് പറഞ്ഞില്ല. അന്ന് പറയാതിരുന്നതിന്റെ കാര്യം, അത് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആവും. അന്ന് ഈ ആംഗിൾ പറഞ്ഞാൽ നെഗറ്റീവ്. ഞാനും VS പക്ഷത്തിന്റെ ഒരാളാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ കൃത്യമായി ആ വികാരം ഉണ്ടായിരുന്നു. ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞതിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഈ VS പക്ഷക്കാരും ഉണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞത്. അന്ന് VS-ന് വേണ്ടി പ്രകടനം നടത്തിയ ആളുകൾ വേറെ തരത്തിൽ മനസ്സുകൊണ്ട്. അങ്ങ് പറയുന്നത് ഒരു പുതിയ VS ആണ്. കോൺഗ്രസ്സിലെ
ഒരു ഇടതുപക്ഷ ചായ്വോട് കൂടി നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ വി ഡി സതീശൻ എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങ് പറയുന്നത് വി എസിൻ്റെ ഒരു പുനരവതാരം പാർട്ടി വേറെ ആണെങ്കിലും വി എസിൻ്റെ ഒരു വികാരം, അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരംഗം അനുകൂലമാക്കി ആയത് വി ഡി സതീശനാണ് എന്ന് തന്നെയാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം പാർട്ടിയിൽ ഇനി ഒരു വി എസ് ഉണ്ടാവുക സാധ്യമല്ല. പാർട്ടി അതുപോലെ ശുഷ്കമായിരിക്കുന്നു, മെലിഞ്ഞു പോയിരിക്കുന്നു, വളരെ മെലിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അതിന് പകരം ഉണ്ടായിട്ടുള്ള ഒരു പുനരവതാരം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഇലക്ഷൻ ഇല്ലല്ലോ, സെലക്ഷൻ ഇല്ലേ ഉള്ളൂ. സെലക്ഷനാണ്, അത്തരം ഒരു സെലക്ഷനാണ്. നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ, നിൽക്കുന്ന നേതാക്കളിൽ ആരെ വേണം എന്ന് ആഗ്രഹിക്കാനേ പറ്റൂ. ഇപ്പൊ ഞാൻ വി എസിനെ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോഴും വി എസിനെ കടുത്ത ഭാഷയെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. വി എസ് ഭരണത്തിലിരിക്കും ചില കാര്യങ്ങളിൽ വി എസ് തെറ്റാ ചെയ്ത്. ഇപ്പൊ സതീശനായാലും അങ്ങനെ തന്നെയാ. സതീശന് കടുത്ത വിമർശനം CPM-കാർ നൽകുന്നേക്കാൾ വിമർശനം നൽകാൻ കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വിമർശിച്ചേ പറ്റൂ. അത് തന്നെയാണ് ജനാധിപത്യം. നമ്മൾ ഇവരുടെ പാർട്ടിയുടെ ആളൊന്നുമല്ല. വി എസിന്റെ കൂടെ നിൽക്കുമ്പോൾ പോലും വി എസിനെ 3 കാര്യങ്ങളിലെങ്കിലും ഉറപ്പിച്ച് വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പൊ മൂലമ്പള്ളിയിൽ കുടിയിറക്കിയപ്പോ വി എസിന്റെ കാലത്താണ്, ചെങ്ങറയിൽ വന്നപ്പോ, അതുപോലെ പെരിയാർ മലിനീകരണത്തിന്റെ വിഷയത്തിൽ, ഈ 3 വിഷയത്തിലും വി എസുമായി നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പാടില്ല, തെറ്റാണ് ചെയ്തത്, അങ്ങനെ നിലപാട് തെറ്റാണ്. എന്താ കാര്യം? അതാണ്. അന്നാണോ താങ്കളെ ഒരു പരിസ്ഥിതി മൗലിക പക്ഷേ വി എസ് ഈ കാര്യത്തിൽ മൂന്നാറിന്റെ കാര്യത്തിൽ ശരിയായ നിലപാടുകൾ. പക്ഷെ സതീശനിൽ അങ്ങനെ പരിസ്ഥിതിയോടുള്ള ഒരു പരിസ്ഥിതിയോടുണ്ട്. ഞാൻ പറയാം, ഞാൻ സതീശനെ കാണുന്ന വ്യത്യസ്തമായി കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പുതിയ തലമുറയോട് സംവദിക്കാൻ കഴിയുന്ന ഒരാളാണ് വി എസും. അതുപോലെയായിരുന്നു. പുതിയ ആളുകളുടെ ഉള്ളിൽ ഒരു ആവേശം ഉണ്ടാക്കുക, പുതിയ തലമുറയിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ആസ്പിറേഷണൽ. മറ്റത് പുതിയ തലമുറ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചവരാണ്. ആരാ മത്സരിക്കണേന്ന് അറിയില്ല, നിന്റെ മണ്ഡലം ഏതാണെന്നറിയില്ല. ചില ചാനലൊക്കെ നടത്തിയിരുന്നല്ലോ, നിങ്ങളുടെ മണ്ഡലം ഏതാ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ എന്നൊക്കെ ചോദിച്ചാൽ പോലും ആളുകൾക്ക് ഒരു പിടിയില്ല. അങ്ങനെയുള്ളൊരു യൂത്തിൽ നിന്ന് അതിലൊരു നല്ല സെക്ഷനെ അപ്പൊളിറ്റിക്കൽ എന്ന് നമ്മൾ കളിയാക്കിയത്. അതിന് കാരണം അവർ അപ്പൊളിറ്റിക്കലായത് അവരുടെ കാര്യമല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പറയണേ. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരെ ബാധിക്കുന്ന ഒരു കാര്യം ഇവർ പറയുന്നില്ല. അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം. ഒരു ഉദാഹരണം, ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന വാക്ക് കേരളത്തിൽ സംസാരിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവ് സതീശനാണ്. സതീശൻ പറഞ്ഞൊരു വാചകം എനിക്കൊരു എവിടെയാന്ന് എനിക്ക് ഓർമ്മയില്ല. വി ടി ബൽറാം പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് നേതാക്കൾ വി ടി ബൽറാം പറഞ്ഞിട്ടുണ്ട്, പി ടി തോമസ് ഒന്നായി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പി ടി തോമസ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, നാളെ പിണറായി വിജയൻ ഉണ്ടാവില്ല, വി ഡി സതീശൻ ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ ജനങ്ങളുണ്ടാവും. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഒരു ദുരന്തം നേരിടേണ്ടി വരിക അവരാണ്. അല്ല, അത് വലിയ ദുരന്തത്തിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ അതാ പറഞ്ഞത്. ഇപ്പൊ വി എസ് അതുപോലെ ഒരാളായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് വല്ലാതെ ആദ്യപ്പെട്ടിരുന്ന ഒരാളാണ്. എൻഡോസൾഫാനെ കുറിച്ച് ആദ്യപ്പെട്ടിരുന്ന ഒരാളാണ്. പശ്ചിമഘട്ടത്തെ കുറിച്ച് ആദ്യപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഇന്നത്തെ ഒരു പൊളിറ്റിക്സ് അതാണ്. മാർക്സിസ്റ്റ് ലോകത്ത് ഇവിടത്തുള്ള മാർക്സിസ്റ്റുകാരല്ല. ഈ ജോൺ ബ്രിട്ടാസും ജെയ്ക്കും അല്ലെങ്കിൽ ബാലഗോപാലൊന്നും അല്ല രാഷ്ട്രീയം. മാർക്സിസം ലോകത്ത് വളരെ വളർന്നിട്ടുണ്ട്. ആ വളർന്ന മാർക്സിസം അത് ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഒരാളാണ് വി എസ്. ഞാൻ പറഞ്ഞ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ അയാൾ വന്നപ്പോ ഇന്ത്യയിൽ കണ്ട ഒരേ ഒരു 2 മുഖ്യമന്ത്രിമാരേ ഉള്ളൂ. ഒന്ന് വി എസ് ആണ്, ഒന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ സംഗതിയാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞപ്പോഴാണ് പുതിയ ജനറേഷൻ്റെ ആസ്പിറേഷൻസ് ഒക്കെ ഉൾക്കൊണ്ടുവന്ന ആൾ അങ്ങ് തന്നെ ഇപ്പൊ പരാമർശിച്ച അരവിന്ദ് കെജ്രിവാൾ. പക്ഷെ അത് നമ്മളെ വളരെയധികം നിരാശപ്പെടുത്തിയില്ലേ? അദ്ദേഹത്തിന്റെ അതുപോലൊരു സംഭവം സതീശനും ഉണ്ടായിക്കൂടെ? അല്ല, അതൊന്നും ഞാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ അതിലൊന്നും പ്രവചിക്കുന്നില്ല. ഇനി കാണാൻ പോണ പൂരം പറഞ്ഞു കേൾക്കണ്ടല്ലോ, കാണാൻ നമുക്ക്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ പോലും പരാജയപ്പെട്ടു എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ആം ആദ്മി പാർട്ടി തെറ്റായ വഴിക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, കേരളത്തിലടക്കം 4ാമത്തെ സംസ്ഥാനം സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഫ്രീ കൊടുക്കണമെന്ന് പറഞ്ഞൊരു കാര്യം. ആളുകൾ പറയുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നശിക്കും, അതൊന്നുമില്ല, നമുക്ക് വെറുതെ പറയുന്ന. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇപ്പൊ KSRTC തന്നെ നഷ്ടത്തിൽ ഓടുന്നത്, ഏകദേശം നഷ്ടത്തില്. അതിലെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അല്ല, അവിടെ ഇപ്പൊ ജനറേറ്റ് ചെയ്യേണ്ട 13,000 കോടി രൂപയാണെന്ന് പറയുന്നു. പ്രൈവറ്റ് ബസ്സുകാർ ഇതിനേക്കാൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഭൂരിപക്ഷം സ്ത്രീകളും പോകുന്നത് ബസ്സിലാണ്. കാരണം അവര് സ്കൂട്ടറൊന്നും ഓടിക്കാൻ അത്ര പ്രാവീണ്യമില്ല, കാർ ഓടിക്കാനും എല്ലാവരും അത്ര പ്രാവീണ്യമില്ല. അപ്പോൾ ഭൂരിപക്ഷം സ്ത്രീകളാണ്. അപ്പോൾ ഭൂരിപക്ഷവും കൂലിയില്ലാതെ യാത്ര ചെയ്യുന്നു. പിന്നെ വരുമാനം എവിടെ നിന്നാണ്? അല്ല, അവിടെയാണ് പ്രശ്നം. ഞാൻ അതിന്റെ അരിത്തമെറ്റിക്കലി നമുക്ക് രണ്ടാമത് വരാം. ഒന്നാമത് തമിഴ്നാട്ടിലും കർണാടകയിലും അതുപോലെ ഇപ്പോ എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിലൊക്കെ വന്നിട്ടുണ്ട്, ഡൽഹിയിലൊക്കെ
ഇത് കൊടുക്കുന്നത് ലോക്കൽ ബസ്സിനാണ്, അല്ലാണ്ട് സൂപ്പർ ഫാസ്റ്റിനും ഓക്കെ അല്ല. ലോക്കൽ ഡെയിലി യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത്. സിറ്റി ബസ്, ലോക്കൽ ബസ്സിനാണ് ഇത് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നതിന്റെ ഗുണം, അതിന് എത്ര പൈസ നഷ്ടം വന്നോട്ടെ, ഞാൻ പറയുന്നത് അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര പൈസ നഷ്ടം വന്നാലും അത് സ്റ്റേറ്റ് സബ്സിഡൈസ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം കൂടുതൽ ആളുകൾ, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, ഇപ്പോ സ്കൂട്ടറിൽ പോകുന്ന ആൾ, കാറിൽ പോകുന്ന ഒരു സ്ത്രീ, അവര് ബസ്സിൽ പോയാൽ അതിന്റെ അഡ്വാൻറ്റേജ് സൊസൈറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് അത് കേവലം പൈസയുടെ പ്രശ്നം മാത്രമല്ല, അതൊരു സോഷ്യൽ വെൽഫെയർ ആണ്, എക്കോളജിയാണ്, പരിസ്ഥിതിയാണത്. കാരണം നിങ്ങൾ 60 പേര് പോകുന്ന ഒരു ബസ്സിൽ, പ്രധാനമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, 60 പേര് പോകുന്ന ഒരു ബസ്സിന് പകരം നല്ലൊരു പോയിന്റ് ആണ് 30 പേര് കാറിൽ പോയാൽ, 30 കാർ എടുത്താൽ നിങ്ങൾ ട്രാഫിക് ജാം ഒന്ന് ആലോചിച്ച് നോക്കൂ. 30 കാറും ഒരു ബസ്സും തമ്മിലുള്ള ട്രാഫിക്, അത് പുറത്തുവിടുന്ന പുക ആലോചിച്ച് നോക്കൂ, അത് ഉപയോഗിക്കുന്ന ഇന്ധനം ആലോചിച്ച് നോക്കൂ. അതിന്റെ താങ്കൾ ഇതിനെ പറ്റി നല്ലത് പറയാം. അപ്പൊ ഇത് സതീശന്റെ ഗവൺമെന്റ് നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയാണ്. നമുക്ക് ഈ പുതിയ ഗവൺമെന്റ് നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് തൽക്കാലം തീർച്ചയായിട്ടും. അപ്പൊ VS ഇവിടെ ഉണ്ട് എന്നതാണ് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം. ഓക്കെ, VSന്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഇപ്പോഴും കേരളത്തിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. VD സതീശന്റെ വിജയത്തിൽ താങ്കൾ ദർശിക്കുന്നത്.